റോബർട്ട് ടി കിയോസാക്കി എഴുതിയിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ചാപ്റ്റർ 1. പണക്കാർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല. പാവപ്പെട്ടവരും മധ്യവർഗക്കാരും പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു. പണക്കാർ പണത്തെക്കൊണ്ട് തങ്ങൾക്കായിട്ട് പണിയെടുപ്പിക്കുന്നു. അച്ഛ, എങ്ങനെയാണ് പണക്കാരനാകുക? ഒന്നെനിക്ക് പറഞ്ഞു തരാമോ? എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ താഴെ വെച്ചു. മോനെ, നിനക്കെന്തിനാണ് പണക്കാരനാകണം? എന്താ അങ്ങനെ ഇപ്പോൾ തോന്നാൻ കാരണം? അന്നേരം ഞാൻ പറഞ്ഞു, കാരണം ഇന്ന് എൻ്റെ കൂട്ടുകാരൻ ജിമ്മിയുടെ അമ്മ അവരുടെ പുതിയ കാഡിലാക്ക് കാറിലാണ് വന്നത്. അവർ എല്ലാ വാരാന്ത്യവും ആഘോഷിക്കാൻ വേണ്ടി അവരുടെ ബീച്ച് ഹൗസിലേക്ക് പോകുമായിരുന്നു. അവർ അവൻ്റെ 3 സുഹൃത്തുക്കളെ കൂടി കൂട്ടി. പക്ഷേ എന്നെയും മൈക്കിനെയും ക്ഷണിച്ചില്ല. കാരണം ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അവർ അങ്ങനെ പറഞ്ഞോ? എൻ്റെ അച്ഛൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതെ, അവർ പറഞ്ഞു. വേദനയോടെ ഞാൻ മറുപടി നൽകി. അച്ഛൻ നിശബ്ദനായി തലയാട്ടി തൻ്റെ കണ്ണട മൂക്കിൻ്റെ പാലത്തിലേക്ക് തള്ളിവെച്ച് വീണ്ടും പത്രവായനയിലേക്ക് തിരിഞ്ഞു. ഒരു മറുപടിക്കായി ഞാൻ അവിടെ തന്നെ കാത്തിരുന്നു. വർഷം 1956 എനിക്കന്ന് 9 വയസ്സായിരുന്നു. വിധിയുടെ വൈചിത്ര്യം കൊണ്ട് പണക്കാർ തങ്ങളുടെ മക്കളെ അയക്കുന്ന അതേ പബ്ലിക് സ്കൂളിലാണ് ഞാനും പഠിച്ചിരുന്നത്. ഞങ്ങളുടേത് പ്രധാനമായും ഒരു പഞ്ചസാര തോട്ടം കേന്ദ്രീകരിച്ചുള്ള ഒരു പട്ടണമായിരുന്നു. തോട്ടം മാനേജർമാർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ മറ്റ് സമ്പന്നർ, അവരുടെയൊക്കെ കുട്ടികളാണ് ഈ പ്രൈമറി സ്കൂളിൽ പഠിച്ചിരുന്നത്. 6ാം ക്ലാസ് കഴിയുമ്പോൾ സാധാരണയായി ഈ കുട്ടികളെ സ്വകാര്യ സ്കൂളിലേക്ക് മാറ്റുമായിരുന്നു. എൻ്റെ കുടുംബം തെരുവിൻ്റെ ഒരു വശത്താണ് താമസിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്കൂളിൽ ചേരാൻ ഒരു ഭാഗ്യമുണ്ടായി.